സാറേ, ഇന്ത്യയിൽ വീണ ചൈനയുടെ PL-15 മിസൈൽ ഇപ്പോൾ ഈ മിസൈലിന് വലിയ ഡിമാൻഡാണല്ലോ. കാരണം ലോകത്തിലെ വൻ ശക്തികളൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണണം, പാർട്സ് കാണണം എന്നൊക്കെ പറഞ്ഞു വരുന്നു. എന്തായിരിക്കും ഉദ്ദേശം? അതെന്താണെന്ന് വെച്ചാൽ ഈ ചൈനയുടെ PL-15E അത് ആദ്യമായിട്ടാണ് എന്താണെന്നുള്ളത് പരസ്യപ്പെടുന്നത്. ഇതുവരെ ഇത് അത്യാധുനികമാണ്, മറ്റേ ഫ്രാൻസിൻ്റെ മെറ്റിയോർ, അമേരിക്കയുടെ മറ്റേ മിസൈൽ ഇതിനെയൊക്കെ വെല്ലുന്ന മിസൈലാണെന്നൊക്കെ ചൈന അവകാശപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ മിസൈൽ ഏതാണ് എന്നൊന്നൊരു പിടിയും ലോകത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോഷിയാർപൂരിൽ പഞ്ചാബിൽ ഈ മിസൈൽ ഒരെണ്ണം മുഴുവനായിട്ട് തന്നെ ഒരു ഗ്രാമത്തിൽ വീണ് കിടന്നു. അപ്പോൾ ഈ വാർത്തയൊക്കെ പുറത്തു വന്നല്ലോ. അതിൻ്റെ അകത്ത് അതിൻ്റെതായ സംഗതികൾ മുഴുവൻ അടങ്ങിയ ആ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന സംഭവം ഒക്കെ ഫുള്ളായിട്ട് കേടുപാട് വരാതെ രഹസ്യങ്ങളൊക്കെ പഠിക്കാവുന്ന വിധത്തിൽ, ഇതിൻ്റെ ശേഷി, ഇതിൻ്റെ പരിമിതി ഒക്കെ പഠിക്കാവുന്ന വിധത്തിലാണ് അവശിഷ്ടം. അപ്പോൾ ഈ അവശിഷ്ടം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 5 ഐസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ശക്തികളും ഫ്രാൻസും ജപ്പാനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ മെയ് 12 നമ്മുടെ പട്ടാള വക്താക്കളുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നല്ലോ, പത്രസമ്മേളനം. ആ സമയത്ത് AK ഭാർദി ഇത് പ്രദർശിപ്പിച്ചിരുന്നു, ഈ PL-15 അവശിഷ്ടം. അപ്പോഴും ഇത് ലോക ശ്രദ്ധയിൽ വന്നു. എയർ മാർഷൽ ഭാർദി പ്രദർശിപ്പിച്ചപ്പോഴും. അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ജമ്മു കശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ് അവിടെയൊക്കെ ഡ്രോൺ കൊണ്ടും മിസൈൽ കൊണ്ടും ആക്രമിച്ചിരുന്നല്ലോ. പാകിസ്ഥാൻ ഒരു 800 മുതൽ 1000 ഡ്രോൺ വരെ അയച്ചിരുന്നതായിട്ട് ഇന്ന് നമ്മുടെ ഒരു പട്ടാള ജനറൽ പറഞ്ഞിട്ടുണ്ട്, ANA അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരെണ്ണം ഹോഷിയാറിലെ കാമാഹി ദേവി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് മുഴുവനായിട്ട് പൊട്ടാതെ വീണ് കിടന്നത്. നമ്മൾ വെടിവെച്ചിട്ടതാണ്, പൊട്ടിയില്ല. അപ്പോൾ പഞ്ചാബിൽ പലയിടത്തും അവശിഷ്ടങ്ങളുണ്ട് PL-15. ഇത് ഫുള്ളായിട്ട് ഏതാണ്ട് ഉണ്ട്, പക്ഷേ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു കഷ്ണം തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ വൻശക്തികൾ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഈ ലോങ് റേഞ്ച് റോക്കറ്റുകൾ, ലോയിറ്റർ മ്യൂണിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണുകളില്ലേ, ആളില്ലാത്ത വാഹനങ്ങൾ, അതിനാണ് ലോയിറ്റർ മ്യൂണിഷൻസ് എന്ന് പറയുന്നത്. ചൈനയുടെ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ്, പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. ചൈനയുടെ ഡ്രോണുകൾ, മിസൈലുകളൊക്കെ ഉണ്ടായിരുന്നു. തുർക്കിയുടെ സൊങ്കാർ തുടങ്ങിയ ഡ്രോണുകൾ, ഇതുമൊക്കെ വെടിവെച്ചിട്ടതിൽ പെടും. പിന്നെ ഈ 5 ഐസ്, 5 കണ്ണുകൾ എന്ന് പറയുന്ന രാജ്യങ്ങളാണ് ഇതിലാദ്യം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് അവശിഷ്ടത്തിൽ. ഇപ്പം ഫ്രാൻസും ജപ്പാനും കൂടി രംഗത്ത് വന്നു എന്ന് ഇന്ന് റിപ്പോർട്ടുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 5 ഐസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ബ്രിട്ടൻ, അമേരിക്ക. ഇവർ 2ാം ലോക യുദ്ധകാലത്ത് പരസ്പരം ഈ സൈനിക രഹസ്യങ്ങൾ, ചാരരഹസ്യങ്ങൾ, ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടുള്ള പേരാണ് ഈ 5 കണ്ണുകൾ, 5 ഐസ്. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അല്ലേ? അതെ. അപ്പോൾ ആ രാജ്യങ്ങൾ അവരാണ് ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് അവരുടെ മിസൈലിന് വെല്ലുവിളി ഉയർത്തുന്ന മിസൈലാണിത് എന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷിയും പരിമിതികളും പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള മിസൈലുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയും ഒരു കാഴ്ചപ്പാട് കിട്ടും എന്നവർ കരുതുന്നു. പുതിയ മിസൈലുകൾക്ക് സഹായകമാകും ഇതിനെ പഠിക്കുന്നത് എന്നവർ കാണുന്നു. അപ്പോൾ ഫ്രാൻസും ജപ്പാനും ഒക്കെ ഈ എയർ ടു എയർ മിസൈൽ, ഇതൊരു എയർ ടു എയർ മിസൈലാണല്ലോ, വിമാനത്തിൽ നിന്ന് അയക്കുന്ന മിസൈലാണ് PL-15E. അത് ചൈനയുടെ തന്നെ വിമാനത്തിൽ നിന്ന് അയച്ചതാണെന്നാണ് കണക്ക്. അപ്പോൾ ഈ എയർ ടു എയർ മിസൈലിൽ ഫ്രാൻസും ജപ്പാനും ഇപ്പം നിക്ഷേപിക്കുന്നുണ്ട്, അവർ വികസിപ്പിക്കുന്നുണ്ട്. അതാണ് ഫ്രാൻസും ജപ്പാനും ഈ 5 ഐസ്, 5 കണ്ണ്
രാജ്യങ്ങൾക്ക് പുറമെ അവരും താല്പര്യം കാണിച്ചു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ റഡാർ സിഗ്നേച്ചർ ഈ PL-15 അവശിഷ്ടത്തിൽ ഉണ്ട്. പിന്നെ മോട്ടോർ കോമ്പോസിഷൻ എങ്ങനെയാണ്, മോട്ടോർ അതിൻ്റെ എങ്ങനെയാണ്, ഗൈഡൻസ് സാങ്കേതിക വിദ്യ, ഗൈഡഡ് മിസൈലാണല്ലോ, അപ്പോൾ സാങ്കേതിക വിദ്യ എങ്ങനെ, ആർക്കിടെക്ചർ ഓഫ് AESA അതായത് ആക്റ്റീവ് ഇലക്ട്രിക്കലി സ്കാൻഡ് അരേ, AESA റഡാറാണ് അതിലുള്ളത്. അപ്പോൾ ആ റഡാറിൻ്റെ ആർക്കിടെക്ചർ അതും പഠിക്കാൻ കഴിയും. അതാണ് താല്പര്യം. ഈ ചൈനയെ മനസ്സിലാക്കാനുണ്ട്, ശരിക്ക് അനാട്ടമി നടത്തുക എന്നുള്ള പരിപാടി മിസൈലിൻ്റെ. ഫ്രാൻസിന് ഇതിന് സമാനമായിട്ടുള്ളത് മെറ്റിയോർ എന്ന് പറഞ്ഞ മിസൈലാണ്. അതിന് ബദലാണ് ഈ മിസൈലിന് ചൈന അവകാശപ്പെട്ടിരുന്നു PL-15. PL-15 ലോങ് റേഞ്ച് മിസൈലാണ്. AESA ഗൈഡൻസ് ഉള്ളതാണ് ആ മിസൈൽ. ചൈന വലിയൊരു ആയുധ വിൽപ്പന രാജ്യമായി മാറുന്നുണ്ട് ആഗോളതലത്തിൽ ഇത്തരം മിസൈലുകളൊക്കെ. പക്ഷേ ഇപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. ഇനി ആളുകൾ മേടിക്കുമെന്നുള്ള അറിയില്ല. പക്ഷേ ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആയുധ വിപണന രാജ്യമായിട്ട് ചൈന മാറിയിരുന്നു. നമ്മളിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആണ്, കാഴ്ചയ്ക്ക് അപ്പുറമുള്ള BVRAAM എന്ന് പറയുന്നത്, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR. AAM എന്ന് പറയുന്നത് എയർ ടു എയർ മിസൈൽ. അതാണ് ലോ യാങ്. ചൈനയിൽ ലോങ് യാങ്ങിൽ ചൈന എയർബോൺ മിസൈൽ അക്കാദമിയാണ് ഈ മിസൈൽ ഉണ്ടാക്കുന്നത്. 200 മുതൽ 300 വരെ കിലോമീറ്റർ റേഞ്ച് അതിനുണ്ട്. 400 വരെ ആകാം എന്ന് പറയുന്നുണ്ട്. ചൈനയുടെ കയ്യിലിരിക്കുന്ന PL-15 ഇത് കയറ്റുമതി ചരക്കാണല്ലോ, PL-15E എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റഡാർ ഗൈഡൻസ് ഉണ്ട്. പിന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ ഉണ്ട് ഈ മിസൈലിന്. സോളിഡ് ഫ്യൂവൽ ആണ് ഇതിൽ ഉള്ളത്. ഖര ഇന്ധനം, മോട്ടോർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മാക് 4 സ്പീഡ് അതിനുണ്ട്. ഇത് ഈ വിമാനങ്ങളിൽ J-20, J-16, J-10C, JF-17 ഇതൊക്കെ ചൈന വിമാനങ്ങളാണല്ലോ. ഇതിൽ നിന്നൊക്കെ ഈ മിസൈൽ തൊടുക്കാം. J-20 എന്ന് പറഞ്ഞാൽ ചൈനയുടെ വിമാനത്തിൽ PL-15 4 വഹിക്കാൻ ഉള്ള അറകളുണ്ട്. അതാണ്. അമേരിക്കയുടെ AIM-120D ആ മിസൈലിനെ അവിടെ കിടപിടിക്കുന്നതാണ് ഈ ചൈനയുടെ മിസൈൽ എന്നായിരുന്നു അവകാശവാദം. 160 കിലോമീറ്ററാണ് അമേരിക്കയുടെ മിസൈൽ റേഞ്ച്, മാക് 4 സ്പീഡ്. അപ്പോൾ അതിനേക്കാൾ കേമമാണ് ചൈനയുടെ മിസൈൽ. അപ്പോൾ മെറ്റിയോർ ആണെങ്കിൽ 100 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ മെറ്റിയോറിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് എന്നാണ്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ PL-15 രഹസ്യം പുറത്തായി. ഇതുവരെ അതിനൊരു കന്യകാത്വം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. അപ്പോൾ ഇരുമ്പ് മറയ്ക്കുള്ളിൽ അവർ പ്രത്യേക ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ലോകത്തെ മിസൈലുകളുടെ കിടപിടിക്കുന്നതാണ്. കാരണം ചൈന മറ്റെവിടെ യുദ്ധം ചെയ്യാത്തതുകൊണ്ട് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ലോകം അറിഞ്ഞതോടുകൂടി അവരുടെ എല്ലാ ഇമേജും തകരുകയല്ലേ ചെയ്യുന്നത്. തകർന്നു. 1962 ശേഷം ഈ ചൈനീസ് ആയുധങ്ങൾ യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ചൈന വേറെ യുദ്ധമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് വികസിപ്പിച്ചു ഇത് വികസിപ്പിച്ചു എന്നൊക്കെ അവരുടെ മീഡിയ സിൻഹുവ ഏജൻസിയൊക്കെ അടിച്ചുവിടുന്നുണ്ടായിരുന്നു. പല സംഗതികളും ഇപ്പോഴും അടിച്ചുവിടാറുണ്ട്. കടലിൻ്റെ അടിയിലെ സബ്മേഴ്സിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും വരാറുണ്ട്. പക്ഷെ പൊളിഞ്ഞുപോയി. അവരുടെ വിമാനവും നമ്മൾ വെടിവെച്ചിട്ടു, അവരുടെ മിസൈലുകൾ വെടിവെച്ചിട്ടു, അവരുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. നമുക്കൊന്നും വലിയ നഷ്ടവും ഉണ്ടായില്ല. ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ അവരുടെ ആയുധ പ്രതിരോധ ഒരു വിപണി തന്നെ ഇടിഞ്ഞുപോയി, അല്ലെ? നമ്മൾ ഇടിച്ചു കളഞ്ഞു എന്ന് പറയാം. ഇടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അവരും കൂടി തിരിച്ചു പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ റഫാല് നഷ്ടപ്പെട്ടു, ഇന്ത്യയുടെ മറ്റേത് നഷ്ടപ്പെട്ടു, മറിച്ചത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചൈനയുടെ ഈ ആപ്പുകളിലുമൊക്കെ ധാരാളമായിട്ട് ഈ പാകിസ്ഥാൻ്റെ കള്ളക്കഥകൾ കുറച്ചും കൂടി പൊലിപ്പിച്ചിട്ട് ചൈന പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷെ ചൈനീസ് ഭാഷയിലൊക്കെ വരുന്നത് അവിടുത്തെ സഖാക്കൾ മാത്രമല്ലേ വായിക്കുള്ളൂ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല.
മറ്റു രാജ്യങ്ങളിപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം പഠിച്ചിട്ട് വിദേശ വിദഗ്ധർ തന്നെ പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണല്ലോ, ജോൺ സ്പെൻസറും അതെ ടോം കൂപ്പറും. അപ്പോൾ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിത്രങ്ങൾ തന്നെ വിതരണം ചെയ്തല്ലോ, നമ്മുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഒക്കെ. അപ്പോൾ ലോകത്തിന് കാര്യം വ്യക്തമാണ്, ചൈനീസ് ആയുധങ്ങൾ ഗുണം പോരാ. സാർ ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തികൾ എന്ന് പറയുന്നതാണ് ഈ 5 Eyes എന്ന് പറയുന്നത്. അതുപോലെ സാർ ജപ്പാന്, ഫ്രാൻസ്, ഇവരുടെ എല്ലാം മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ അപഹാസ്യരായി പോകല്ലേ. ഞങ്ങളുടെ ഈ വലിയ സാധനം ഉണ്ടെന്ന് പറയും, അതൊരു ആനയെന്ന് പറഞ്ഞിട്ട് കുഴിയാന എന്നുള്ള രീതിയിലേക്ക് മാറുകയല്ലേ ചെയ്തത്. ചൈനയേക്കാൾ ഭേദമാണ് ഈ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടുകാരൻ എന്നുള്ള ശിവകാശിയിൽ പടക്കം ഉണ്ടാക്കുന്നവരെന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഇതൊരെണ്ണം ഓഷിയാർപൂരിൽ ഫുള്ളായിട്ട് കിട്ടി, പല ഭാഗത്തും ഇതിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ട്. അപ്പോൾ PL-15 പല എണ്ണം നമ്മൾ വെടിവെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് മാത്രമല്ലല്ലോ, ഒരെണ്ണം പോലും ഗുണം ചെയ്തില്ല. നമ്മുടെ S-400 അല്ലേ, ആകാശ് പോലെയൊക്കെയുള്ള സംവിധാനത്തിന് മുമ്പിൽ ഒരെണ്ണം പോലും പിടിച്ചു നിന്നില്ല. ഈ നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ശക്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണിത് അല്ലേ, ബിയോണ്ട് വിഷ്വൽ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ പറയുമോ, കാരണം പാകിസ്ഥാന് 50 രൂപയെ തന്നുള്ളൂ, 50 രൂപയുടെ പടക്കമാണ് ഞങ്ങൾ കൊടുത്തതെന്ന് പറയുന്ന പോലെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത സാധനമാണ്, ഞങ്ങളുടെ യഥാർത്ഥ സാധനം ഇരുപോറയ്ക്കുള്ളിൽ മാറ്റി വെച്ചേക്കാണ്, ഇനി ഞങ്ങളത് പുറത്തെടുക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വീരവാദവുമായിട്ടും ചൈന പ്രത്യക്ഷപ്പെട്ടേക്കാം അല്ലേ. ചൈന പക്ഷെ ആരോട് യുദ്ധം ചെയ്യും? തൈവാനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഉടനെ അമേരിക്ക കയറി ഇടപെടും അല്ലേ. തൈവാനിലാണല്ലോ ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ സൗത്ത് ചൈന സീയിൽ ഫിലിപ്പീൻസുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ചൈന എപ്പോഴെങ്കിലും ഒരു യുദ്ധത്തിന് ചങ്കൂറ്റം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, പ്രകോപനം മാത്രമേ. ആ തൈവാന് ചുറ്റും ഇതുപോലെ ഈ പൂരത്തിന്റെ പടക്കം പോലെ വാണം ഒക്കെ അയക്കുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. ഫ്ലയേഴ്സ് എന്ന് പറയും, പല കളറില്. ഇത് ഹോളി പോലെ ഒരു ചിത്രം ഉണ്ടാക്കും തൈവാന് ദീപപ്രഭ സൃഷ്ടിക്കും. അതാണ്, പൊട്ടുന്ന സാധനമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മറ്റേ ഹോളിക്ക് അപകടം കൂടാതെ എങ്ങനെ കരിമരുന്ന് പ്രയോഗിക്കാന്ന് പറയുന്നത്. അതാണ് ഈ മറ്റേ കമ്പിത്തിരി കത്തിക്കൽ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.